കുഴപ്പം? നിനക്ക് ഭ്രാന്താണോ? ഞാൻ പറയാം. ആദ്യം നിന്റെ അനിയനൊന്നും ഇങ്ങോട്ട് വരാൻ പറ. നിന്റെ അണ്ണാക്കിലോട്ട് കയറിയിരിക്കാം, എന്നാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. എടാ വേട്ടക്കാരനാകുമ്പോ ആദ്യം എന്റെ കൈ തരേണ്ട കളിത്തോക്കല്ലടാ. നീ എന്തിനാ എന്റെ കയ്യിൽ ഒറിജിനൽ തോക്കെടുത്തുന്നത്? എടാ നീ ഈ തോക്ക് വെച്ച് പരിപാടി ബുക്ക് ചെയ്തവന്റെ കുണ്ടിക്കിട്ട് എന്നെ വെടിവെക്കുന്നത് ഞാൻ അറിഞ്ഞ. അതല്ലടാ ഈ പരിപാടി പൊളിഞ്ഞു പോയത്. അളിയാ ആ ചന്തയിൽ വെടിയുണ്ട കമ്മിറ്റിക്കാരെ ഇപ്പൊ ഇവിടെ. നീ ഒരു കാര്യം ചെയ്യ്, നേരെ ജംഗ്ഷനിലോട്ട് ചെല്ല്. അവിടെ നിന്ന് ആ ചോരപ്പാട് നോക്കി അങ്ങ് പോയാൽ മതി. കൃത്യമായിട്ട് അവന്റെ അടുത്ത് തന്നെ ചെന്നെത്തും കേട്ടാ. എടാ ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്, വേട്ടക്കാരൻ നീ ജയ് പുലി ഞാൻ വരയ്ക്കാന്ന്. അയ്യടാ പുലിയാവാൻ പറ്റിയൊരു ശരീരവും തന്നെ. എന്താടാ എനിക്ക് ഈ ശരീരത്തിൽ പുലി വരയ്ക്കാൻ പറ്റും? ഇതെന്താ ഇത്? പൊക്കിള്. എടാ എന്റെ മോന്റെ പാന്റിന്റെ ബട്ടൺ ഉണ്ടല്ലോ, അത് ഇതിനേക്കാളും വലുതാണ് കേട്ടാ. എടാ നിന്റെ ഈ വയറ്റിൽ പുലി വരച്ചു കഴിഞ്ഞാല് ആൾക്കാർ വിചാരിക്കും നിന്റെ പൊക്കിളിന് ചുറ്റും ചിലന്തി വലയിട്ട് വെച്ചിരിക്കണം എന്ന് വിചാരിക്കും. നീ ഇതൊക്കെ വരച്ചു വെച്ചിങ്ങനെ ഏതെങ്കിലും ഒരു പുലിക്ക് ക്ലീറ്റസ് എന്ന് പേരുണ്ടോ? എടാ അത് ഞാൻ പുലിക്ക് പേരിട്ടതല്ല. എടാ ഇത് വരച്ചു തന്നൊരു തെണ്ടി ഉണ്ടല്ലോ, അവനാണ് വരച്ചത്. നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി അവസാനം പേരെഴുതി ഒപ്പിട്ട് വെച്ചതാണ്. അതിന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും പുലിയും വരപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ നിനക്ക് പുലി കളിക്കാൻ അറിഞ്ഞൂടാ. ആരോട് ഞാൻ കിളിയിലോട്ട് പുലി കളിക്കുന്നത്? ഇങ്ങനെയാണ് പുലി കളിക്കുന്നത്. പിന്നെ അതൊക്കെ സുനീര പുലിക്കളി. എടാ സുനീര പുലിക്കളി നീ കണ്ടിട്ടുണ്ടോ? യവൻ കൈയെടുത്ത് ആദ്യം ഇങ്ങനെ വയ്ക്കും, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടത്തോണ്ട്. എടാ സത്യം പറഞ്ഞാൽ ഒറിജിനൽ പുലി തോറ്റു. ആ ഒറിജിനൽ പുലി എന്നെ കോളനി കിടന്ന് നാട്ടുകാരുടെ അടി കൊണ്ട് പിരുത്തുപോയത്. അതെന്തിന്? എടാ ഇവൻ പരിപാടിയും കഴിഞ്ഞ് മേക്കപ്പ് അടിക്കാൻ നേരെ തൊഴുത്തിലോട്ട് ചെന്ന് പശുവിനെ കറക്കാനിരുന്ന്. അയ്യോ കറവയാണല്ലോ അവന്റെ മെയിൻ പരിപാടി. അങ്ങനെ പശു നോക്കിയപ്പോഴേക്കും അതിന്റെ അടുത്ത് മുട്ടം പുലി. പശു മേടിച്ചു പോയില്ലേ? പശു കയറും മുട്ടിട്ടുണ്ട് ഒറ്റ ഓട്ടമായിരുന്നു. സുനി വിടുവോ? സുനി തൊട്ട് പറയാ വിട്ടുപിടിച്ച് ഓടി. വീട്ടുകാർ നോക്കിയപ്പോ കാണുന്ന കാഴ്ച എന്തോന്ന്, അവരെ പശുവിന്റെ പുറകെ ഒരു പുലി ഓട്ടിക്കണ്. അവര് നാട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ച് പുലിയെ പേടിപ്പിക്കുകയാണ്. ഈ പാട്ടയിട്ട് അടി തുടങ്ങി. ഈ പാട്ടയിട്ടുള്ള അടി തുടങ്ങി അവൻ വിചാരിച്ചെന്താറിയാമോ? ചെണ്ടയടി തുടങ്ങിയെന്ന്. അവൻ അവിടെ നിന്ന് അങ്ങ് കളിച്ച് ഭയങ്കര പാരമ്പര്യം. നാട്ടുകാരെ അവനെ വലയിട്ട് അങ്ങോട്ട് പിടിച്ച് ഇടിച്ച് റൊട്ടിയാക്കി കളഞ്ഞില്ലേടാ. എടാ പുലി കളിക്കണമെങ്കിൽ അതിനൊക്കെ ഒരു പാരമ്പര്യം വേണം. എടാ എനിക്ക് പാരമ്പര്യമുണ്ട്. എന്തോന്ന് പാരമ്പര്യം? എന്റെ അപ്പൂപ്പൻ പഴയ പുലിക്കളിക്കാരനല്ലായിരുന്നാടാ. സത്യമായിട്ടും. പക്ഷെ പാവം മരിച്ചുപോയി. അതെങ്ങനെ? എടാ പുള്ളി ഇങ്ങനെ പുലി കളിച്ച് കളിച്ച് നേരെ ഒരു കാട്ടിനകത്തോട്ട് ചെന്ന് കയറി. അവിടെ നോക്കിയപ്പോ നോക്കടാ ഒരു വലിയൊരു ഒറിജിനൽ പുലി നിൽക്കുന്നു. അയ്യോ പക്ഷെ അപ്പൂപ്പന് പുലി കളിയായിരുന്നു, പുലിക്ക് സീരിയസ് ആയിരുന്നു. അവിടെ ഇട്ട് കടി ചുരുട്ടി കളഞ്ഞില്ലേ. അതാണ് നമ്മളെ പരിപാടി. ഇങ്ങനെ പോയാൽ ശരിയാവൂല. വെറൈറ്റി പിടിക്കണം. അതിനൊരു വെറൈറ്റി വേണം. പക്ഷെ എന്റെ ഉള്ളിൽ വെറൈറ്റി ഉണ്ട്. എന്തോന്ന്? എടാ അടുത്ത വർഷം ഉത്സവ ഘോഷയാത്രയ്ക്ക് എന്റെ ഡബിൾ റോളാണ്. ഡബിൾ റോള് എന്ന് വെച്ചാൽ എന്റെ പകുതിക്കിപ്പുറം മോഹൻലാൽ, ഇതിന്റെ പകുതിക്കിപ്പുറം മമ്മൂട്ടി. എങ്ങനെയുണ്ട്? നീ ഞെട്ടും. ഇതേ സാധനം കൊണ്ട് പണ്ടെന്റെ അപ്പ ഇറങ്ങിയാണ് ഡബിൾ വേഷത്തില്. പകുതി ബാലങ്കേ നായരും പകുതി ജയനും. എന്നിട്ട് എടാ പെണ്ണുങ്ങളെ ഇടയിലോട്ട് അങ്ങ് ഇറങ്ങി കയ്യടി കൂടിയില്ലേ. കയ്യടി കൂടിയതും കള്ളക്കളവൻ കയ്യിൽ നിന്നിട്ട് കളിക്കാൻ തുടങ്ങി. ഓ 2 ബൈക്കുകൾ കഴിഞ്ഞ് വിളിച്ചു. എന്നിട്ട് ഒരു കാലത്ത് ഒരു ബൈക്കിലും വെച്ച് ഒരു കാലത്ത് മറ്റേ ബൈക്കിലും വെച്ചിട്ട് അളിയാ വിട്ടോളെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കിഴങ്ങന്മാർ രണ്ടും 2 വശത്തോട് എടുത്തു പോയടാ. അവസാനം തരും നേരെ ബാലങ്കൻ നേരെ ആറ്റിങ്ങൽ ജംഗ്ഷനിലിട്ടും പോക്കി, ജയനെ നേരെ കിളിമാരി ജംഗ്ഷനിലിട്ടും പോക്കി. അപ്പനൊന്നും പറ്റിയില്ലേ? അപ്പനവിടെ കല്ലമ്പലം ജംഗ്ഷനിൽ 2 എണ്ണത്തിനെയും കൂടെ ഒരുമിച്ച് കുത്തി തച്ചിപ്പോ വീട്ടിൽ കൊണ്ടിട്ടിങ്ങനെ. അത് നന്നായി. അല്ലെങ്കിൽ നായ ഒരു വഴിക്കും വില്ല വേറൊരു വഴിക്കും പോയേനെ. വേറൊരു കാര്യം ഞാൻ നിന്റെ അടുത്ത് പറയാം. ഇനി നീ പരിപാടിക്ക് വരുമ്പോ കുടിച്ചോണ്ട് വരലേടേ. ഞാൻ കുടിച്ചോണ്ട് നിനക്കെന്തോ കുഴപ്പം? എടാ കഴിഞ്ഞ വർഷം കരുനാഗപ്പള്ളി പരിപാടി നിനക്ക് ഓർമ്മയുണ്ടാടാ? അതിനെന്ത് കുഴപ്പം? എടാ പരിപാടിയും കഴിഞ്ഞ് നീ വെള്ളം അടിച്ച് ഫിറ്റായിട്ട് ഈ പുലിയുടെ വേഷം പോലും അഴിക്കാതെ നിന്റെ കാമുകിയെ കാണാൻ വേണ്ടി വാഴത്തോട്ടത്തിൽ നിന്ന് ഒളിച്ചിരുന്നു നീ. എഴുന്നേക്കാൻ വയ്യാത്ത കിളവൻ പെടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ കാണണം എന്തൊരു 2 വാഴയുടെ ഒരു പുലിയിരുന്ന് ഇങ്ങനെ അമറണ്. വലിവിന്റെ അസുഖമുള്ള അങ്ങേര് ഒറ്റ വലിവിന് അവിടെ കിടന്ന് തീർന്ന്. പാവം അപ്പൂപ്പനെ കൊന്നത് പോരാഞ്ഞിട്ട് അങ്ങേരെ സഞ്ചാരത്തിന് 7 ഇഡ്ഡലിയും 2 രസവടയും നീ വാരി വലിച്ച് തിന്നില്ലടാ നീ. കമ്മറ്റിക്കാർ വന്നാൽ ഇത് കേക്കും. പിന്നെ ഒന്നാമത് എനിക്ക് നല്ല കോസ്റ്റ്യൂംസ് പോലും ഇല്ല. സെൻട്രൽ ജയിലിൽ അഴി കണക്കിനുള്ള ഒരു പാളക്കരയും നിക്കറും പാറ്റ കടിച്ചു കയറി പോലത്തെ ഒരു ഷർട്ടും അതാണ് അവന്റെ കോസ്റ്റ്യൂം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മറ്റേ ആലുമൂട്ടിൽ നമ്മളെ പരിപാടിയില്ലേ, ഗംഭീരം. അത് ഗംഭീര പരിപാടിയായിരുന്നു. എന്തൊക്കെയായിരുന്നു? പൂക്കാവടി, മയില്, ചെണ്ട, ബാൻഡ് മേളം, നാസിക് ഡോള്, ഇതെല്ലാം കൂടെ ചേർന്ന് കിടിലൻ കളർഫുൾ ആയിരുന്നു അല്ലേ അളിയാ? എന്ത് രസമായിരുന്നു. അതല്ലടാ രസം. ആലിന്റെ കൊമ്പിന് നമ്മളെല്ലാത്തിനും ഇങ്ങനെ അശയില് തുണി ഉണക്കാട്ടിക്കുമ്പോൾ ഇങ്ങനെ ഇട്ടിരുന്നില്ലേ, അത് കാണാനായിരുന്നു രസം. സത്യം പറഞ്ഞ ഉത്സവ പറമ്പിൽ
ഇങ്ങനെ ഒരു ഉത്സവ ഫ്ലോട്ട് ഇങ്ങനെ ഉദിച്ച് നിൽക്കും പോലെ. ആരെ കുഴപ്പം? ആരാ കുഴപ്പം? നിന്റെ കുഴപ്പം. എടാ അന്ന് ഞാൻ വെറും മയിലായിരുന്നു. ഇപ്പോഴും അതൊക്കെ തന്നെ. എടാ അതല്ല, അന്ന് ഞാൻ മയിലിന്റെ വേഷമാണ് കെട്ടിയതെന്ന്. ഞാൻ മയിലിന്റെ വേഷം കെട്ടി റോഡിലോട്ടങ്ങ് ഇറങ്ങിയതും ആൾക്കാർ കയ്യടി തുടങ്ങിയില്ലേ. പിന്നെ എനിക്കങ്ങ് ആവേശം മൂത്ത് കളഞ്ഞ്. അങ്ങനെ ഞാനിങ്ങനെ മയിലോട്ടങ്ങ് ആവേശം മൂത്ത് പോയപ്പം അവിടെ നമ്മുടെ തമ്പാ മുതലാളി ഇരിക്കുന്നു. തമ്പാ മുതലാളി പെണ്ണുങ്ങളുടെ കൂട്ടുകാരുടെ തോളില് കയ്യൊക്കെ ഇട്ട് അങ്ങനെ അടിച്ച് പൊളിച്ചാക്കി നിൽക്കുന്നത്. ഞാൻ മയിലിന്റെ ആവേശത്തിൽ പുറത്ത് ഓടിച്ചെന്ന് തമ്പാ മുതലാളിയുടെ മുണ്ടും കടിച്ച് വറുത്തെടുത്തത് ഒറ്റ പോക്കല്ലായിരുന്ന. തമ്പാ മുതലാളി നിനക്ക് അറിയാമോ? ഇവിടെ അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. പിന്നെ 10 കാറ്, 10 ലോറി, 10 ടിപ്പർ. ഈ 10 ടിപ്പറുള്ള അങ്ങനെ 10 രൂപ അവിടെ നിക്കറ് മേടിച്ചിട്ടായിരുന്നെങ്കിൽ പെണ്ണുങ്ങളെ മാനം രക്ഷിച്ചോണ്ട് പോകാമായിരുന്നു. അറിയായിരുന്നു. അളിയാ നില്ല്. ആരോ പറഞ്ഞുണ്ട്. അളിയ കമ്മിറ്റിക്കാർ പറഞ്ഞു ഓടി രക്ഷപ്പെട്ടോ. നമ്മൾ എത്ര കാര്യം യോമനെ പേടിച്ച് ജീവിക്കൂടാ. എടാ എന്റെ ഈ ശരീരത്തെ മാത്രമല്ല ഉള്ളിൽ ഒരു പുലി ഉണ്ടാ. ഇങ്ങോട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോ എന്തിനു ചെയ്യാൻ പോണി എനിക്ക് അറിഞ്ഞൂടാ. നീ കുണ്ടിക്ക് വെടി വെച്ച കമ്മറ്റിക്കാരൻ എവിടെയാണെന്ന് പറയാ. അളി അവനെ മാത്രം നീ ഒന്നും ചെയ്യാം. പാവമാണ് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കണം. അവനൊന്നും ചെയ്യല്ലേ നീ. അവനെ ഒന്നും ചെയ്യാനല്ല. പിന്നെ അവൻ കിടക്കുന്ന ജനറൽ ആശുപത്രിയുടെ സൈഡിലുള്ള ഏതെങ്കിലും ബെഡ് ഒഴിവുണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ടിടടാ.